കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. ഈ പെരുന്നാൾ കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ VTS ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിൽ പൂരാഘോഷത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ മുഖ്യ പ്രതിയുൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച കൊടശ്ശേരി സ്വദേശി മാഞ്ചേരിക്കാടൻ മുന്തിരി റഫീഖ്, കൊടശ്ശേരി സ്വദേശികളായ തോരൻ അബ്ദുൽ അസീസ്, ത്രാശ്ശേരി മുഹമ്മദ് മഹറൂഫ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും പോലീസ് കണ്ടെടുത്തു. മാർച്ച് 21-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊറത്തിത്തൊടിയിൽ കുടുംബക്ഷേത്രത്തിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് കൊടശ്ശേരി പ്രദേശത്തുകാരും ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പ്രദേശത്തുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ആദ്യം അടിപിടിയിൽ തുടങ്ങിയ സംഘർഷം പിന്നീട് കല്ലേറിലേക്കും ഇരുമ്പുവടി ഉപയോഗിച്ചുള്ള അക്രമത്തിലേക്കും നീണ്ടു. ഇതിനിടയിൽ മുന്തിരി റഫീഖ് ചെമ്പ്രശ്ശേരി സ്വദേശിയായ വെള്ളേങ്ങര ലുക്കുമാനെ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. ലുക്കുമാൻ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ പാണ്ടിക്കാട് പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 1-ാം പ്രതിയായ മുന്തിരി റഫീഖ്, 2-ാം പ്രതി തോരൻ അബ്ദുൽ അസീസ്, 4-ാം പ്രതി ത്രാശ്ശേരി മുഹമ്മദ് മഹറൂഫ് എന്നിവരെ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെടിവെച്ച ശേഷം മാഞ്ഞിരിപ്പറമ്പിലാണ് പ്രതികൾ തോക്ക് ഒളിപ്പിച്ചിരുന്നത്. പ്രതികളുമായി എത്തി പോലീസ് തോക്ക് കണ്ടെടുത്തു. മുന്തിരി റഫീഖ് ഇതിനു മുൻപും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. കേസിൽ 8 പ്രതികൾ ഇനിയുമുണ്ടെന്നും അവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ, ASIമാരായ ഉണ്ണികൃഷ്ണൻ, കെ അനൂപ്, ഉദ്യോഗസ്ഥരായ ഹാരിസ് ആലുന്തറയിൽ, ഷൈജു, ശശികുമാർ, സജീവ്, മൻസൂർ അലി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.